Dear students, good morning. Welcome to corporate accounting class. We are in the last part of the chapter, final accounts of life insurance companies. In this class, we are going to study about how to prepare valuation balance sheet. In the previous class, we were discussing about the theoretical concepts of valuation balance sheet. It is a statement prepared by a life insurance company to identify its profit on the basis of the life assurance fund and net liability as per actuarial valuation. So here is a question. A life insurance company gets its valuation made once in every 3 years. Life assurance fund amounts to 31,87,000 before providing 27,000 for shareholders' dividend. Actuarial valuation shows a net liability of 28,60,000. An interim bonus of 30,000 was paid to the policyholders during the period. You are required to show valuation balance sheet, net profit for the period and distribution of surplus. അപ്പോൾ നമുക്കറിയാം വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് ആദ്യം തുടങ്ങുന്ന ക്രെഡിറ്റ് സൈഡിൽ ബൈ ലൈഫ് അഷുറൻസ് ഫണ്ട് എത്രയാണ് എമൗണ്ട് 31,87,000. ഡെബിറ്റ് സൈഡിൽ നെറ്റ് ലയബിലിറ്റി എത്രയാണ് 28,60,000. ഡിഫറൻസ് ആണ് സർപ്ലസ്. ഇനി ഈ സർപ്ലസിൽ നിന്ന് നമ്മൾ എന്ത് കാണാനായിട്ട് പോവാണ്? പ്രോഫിറ്റിലേക്ക് പോവുകയാണ്. സർപ്ലസ് ആസ് പെർ വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് 3,27,000. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇൻ്ററിം ബോണസ് പെയ്ഡ് നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് എത്രയാണ്? 30,000. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഡിവിഡൻഡ് ഓൾറെഡി കൊടുത്തത് മൈനസ് ചെയ്യണം. അത് എത്രയാണ്? 27,000. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടും? 3,30,000 കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഈ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം 95% പോളിസി ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടതാണ്. 5% ഷെയർ ഹോൾഡേഴ്സ് ഉടമസ്ഥന്മാർക്ക്, അതായത് ഗവൺമെൻറ്റിന് അർഹതപ്പെട്ടതാണ്. ഇന്ത്യയിൽ LIC ആണെങ്കിൽ അപ്പം 95% പോളിസി ഹോൾഡേഴ്സ്, 5% ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഈ 3,30,000 5% പോളിസി ഹോൾഡേഴ്സിനും ബാക്കി 95% 3,13,500 പോളിസി ഹോൾഡേഴ്സിനുമാണ്. അതിൽ അവർക്ക് ഓൾറെഡി കൊടുത്ത 30,000 ബോണസ് കഴിഞ്ഞ് ഇനി എത്രയാണ് കൊടുക്കാനുള്ളത്? 2,83,500. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു കണക്ക് കൂടെയുണ്ട്. ദ ലൈഫ് അഷുറൻസ് ഫണ്ട് ഓഫ് എ കമ്പനി ആസ് ഓൺ 31/3/2020 വാസ് 60 lakh ബിഫോർ പ്രൊവൈഡിംഗ് ഡിവിഡൻഡ് 20,000. വൈൽ അസർട്ടൈനിങ് ദ അബോവ് ഫണ്ട് ഫിഗർ ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഒമിറ്റഡ്. ഇത് ശ്രദ്ധിക്കണം. Interest received on investment 63,000 after reduction of TDS 10%. Bonus utilized in reduction of premium 14,000. Death claim intimated but not admitted 36,000. Death claim recovered under reinsurance 12,000. Consideration for annuities 9,000. അപ്പം നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇത്ര ഐറ്റംസ് എടുത്തിട്ടില്ല. ഇത്ര ഐറ്റം എടുക്കാതെയാണ് നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ടായി കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഡ്ജസ്റ്റഡ് ലൈഫ് അഷുറൻസ് ഫണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ലൈഫ് അഷുറൻസ് ഫണ്ടിനോടുകൂടി ഈ മിസ്സിംഗ് ഐറ്റംസ് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ ലൈഫ് അഷുറൻസ് ഫണ്ട് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് അഷുറൻസ് ഫണ്ടിനോടുകൂടി ഇതിൽ ഇൻകമായിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഐറ്റംസ് ലെസ് ചെയ്യണം. അത് നമ്മൾ പിന്നീട് നോക്കാം. ഇൻ്ററിം ബോണസ് 80,000. നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ 50 lakhs. It is now proposed to carry it forward 2,70,000. Appropriation account in the 2,70,000 transfer. The company declared a reversionary bonus of 12 per share of 10,000 and gave the policy holders an option to get bonus in cash 5 per 1,000. Total business of the company is 15 crore. 40% of the policy holders decided to get bonus in cash. ഇപ്പോൾ ടോട്ടലുള്ള ഈ 15 കോടി ക്യാപിറ്റൽ ഉള്ളതിനകത്ത് പിന്നെ അവർ കമ്പനി 2 ഓപ്ഷനാണ് വെച്ചത്. എന്താണ്? റിവേർഷണറി ബോണസ് 12 per ഷെയർ 1000 രൂപയ്ക്ക് 12 രൂപ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷനും, അല്ലെങ്കിൽ 5 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, 2 ഓപ്ഷനാണ് കൊടുത്തത്. അപ്പോൾ അതിൽ 40% ആൾക്കാർ ബോണസ് ഇൻ ക്യാഷ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ 60% ആൾക്കാർ റിവേർഷണറി ബോണസ് ഓപ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് കാണണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ അഡ്ജസ്റ്റഡ് ലൈഫ് അഷുറൻസ് ഫണ്ട് കാണണം. എന്താണ് അഡ്ജസ്റ്റഡ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് അഷുറൻസ് ഫണ്ടിനോടുകൂടി
ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടതുമായ ഐറ്റംസ് മിസ് ചെയ്തിട്ടുണ്ട്. ആ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് 60 ലാക്കാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് നമ്മൾ ഓർത്ത് നോക്കിയാൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് റവന്യൂ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് ഉണ്ടായിരുന്നുവെങ്കിൽ അത്രയും രൂപ കൂടുമായിരുന്നു. അപ്പോൾ ആ എമൗണ്ട് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ആഡ് ചെയ്യണം. കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് ഇൻകമാണ്, റവന്യൂ അക്കൗണ്ടിൽ വരവാണ്. അതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കൂടുമായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്യണം. അതിൽ നിന്ന് 2 നമ്മൾ ക്ലെയിംസ് മൊത്തം 36,000 അതിൽ റീഇൻഷുറൻസ് ക്ലെയിം 12,000 ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ആക്ച്വൽ ലയബിലിറ്റി. 36,000-ൽ 12,000 റീഇൻഷുറൻസ് കിട്ടും, ബാക്കി 24,000 ആണ്. അത് മൈനസ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അത് മൈനസ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റഡ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 60,34,000 എന്താ കാരണം? നമ്മൾ ചേർക്കാൻ വിട്ടുപോയ ഐറ്റംസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ആഡ് ചെയ്തു, കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് ആഡ് ചെയ്തു, ക്ലെയിംസ് ലെസ് ചെയ്തു, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ലെസ് ചെയ്തു. നെറ്റ് ഇഫക്റ്റിൽ അഡ്ജസ്റ്റഡ് ലൈഫ് അഷുറൻസ് ഫണ്ട് 60,34,000. അതിനോടുകൂടി നമ്മൾ ഇനിയും കാണുകയാണ്. അഡ്ജസ്റ്റഡ് ലൈഫ് അഷുറൻസ് ഫണ്ട് 60,34,000, നെറ്റ് ലയബിലിറ്റി 50 lakh, സർപ്ലസ് 10,34,000. ഇനി അതിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എങ്ങനെയാണ്? അപ്പോൾ ആ 10,34,000-നോടുകൂടി ഇൻ്ററിം ബോണസ് ആഡ് ചെയ്യണം. എത്ര ഇൻ്ററിം ബോണസ്? 80,000. അപ്പോൾ 11,14,000 കിട്ടും. അതിൽ നിന്ന് ഡിവിഡൻഡ് പെയ്ഡ് എത്ര? ഡിവിഡൻഡ് പെയ്ഡ് 20,000. അപ്പം 10,94,000 ആണ് നെറ്റ്. അപ്പോൾ അതിൽ ക്യാരി നമ്മൾ അടുത്ത വർഷത്തേക്ക് 12,70,000 അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 10,94,000-ൽ നിന്നും 2,70,000 മൈനസ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ടു പോളിസി ഹോൾഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് 8,24,000 ശ്രദ്ധിക്കുക. സർപ്ലസ് ആസ് പെർ വാല്യൂഷൻ ബാലൻസ് ഷീറ്റ്, ആഡ് ഇൻ്ററിം ബോണസ്, ലെസ് ഡിവിഡൻഡ് പെയ്ഡ്. ഇവിടെ ഒരു പുതിയ ഐറ്റം കൂടെയുണ്ട്, ന്യൂ അപ്രോപ്രിയേഷൻ ഓഫ് 2,70,000 അത് മൈനസ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ 8,24,000. അതിൽ 95% ആർക്ക് കിട്ടും? ഈ പോളിസി ഹോൾഡേഴ്സിന് കിട്ടും. അതിൽ നമ്മൾ ആക്ച്വലി അവർക്ക് ഇപ്പോൾ എത്ര കൊടുത്തു? 80,000 കൊടുത്തു. ബാക്കി 7,02,800 ആർക്ക് കിട്ടും? പോളിസി ഹോൾഡേഴ്സിന് കിട്ടും. ഈ 8,24,000-ൻ്റെ 5% ആർക്കും കിട്ടും? ഷെയർ ഹോൾഡേഴ്സിനും കിട്ടും. ഇനി നമ്മൾ മൊത്തം ബോണസ് എങ്ങനെ ഡിവൈഡ് ചെയ്യും? ബോണസ് ഇൻ ക്യാഷ് 15 crore-ൽ 40% 5% നിരക്കിലുള്ള അത് ക്യാഷ് സ്വീകരിച്ചു. അപ്പം 15 crore × 40% × 5/100. ബാക്കിയുള്ള 60% 12 ഷെയർ അക്സെപ്റ്റ് ചെയ്തു, അവർക്ക് അത് കിട്ടി. അപ്പോൾ 10,80,000. ഈ 2 കണക്കുകൾ നിങ്ങൾ ചെയ്യാം. അടുത്ത ആഴ്ച ഒരു 2 ദിവസം കൂടി ഇതിൻ്റെ 1-2 കണക്ക് ഞാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുന്നതായിരിക്കും. ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. വളരെ സിമ്പിളായിട്ടൊരു ഷോർട്ട് ആൻസർ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.